ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ലൈഫ ചിക്കൻ. ഇതെങ്ങനെയുണ്ട്, കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടോ? അതിന് മുന്നായിട്ട് നമുക്ക് ഈ റെസിപ്പി ഒന്ന് കാണാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അരമണിക്കൂറോ 15 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ള, 3 അല്ലി വെളുത്തുള്ളി, സ്പൈസിക്ക് വേണ്ടിയിട്ട് ഒരു 2 കാശ്മീരി വറ്റൽമുളക്, ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഓരോന്നായിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ എല്ലാവരും ലൈഫ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ വലിയ പീസാക്കിയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ട് ചെയ്യാറുള്ളത്. ഞാൻ സാധാരണ നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ വലിയ ചിക്കനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വെന്ത് കിട്ടാൻ നല്ല പണിക്കാരം. അപ്പോൾ നമുക്ക് മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ചേർത്തിട്ട് മയോണൈസ് തയ്യാറാക്കുന്നത്. ഇനി ചിക്കനിലുള്ള എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ ക്രീം നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ. ചിക്കൻ്റെ മുകളിലായിട്ട് എല്ലായിടത്തും ഞാൻ ഈ ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 2 സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം ഒന്ന് പറ്റ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാനല്ല, ചീസൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത്. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. എനിക്കിത് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല. ഇതിനേക്കാളും എത്രയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇതില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ഉപ്പ് കൂടി പോയിട്ടുണ്ട്. മയോണൈസിലെ ഉപ്പും പിന്നെ ചീസിലെ ഉപ്പുള്ളത് കൊണ്ട് കുറച്ചൊരു ഉപ്പ് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.